അയലത്തെ പറമ്പിൽ വീഴുന്ന തേങ്ങ കട്ടെടുക്കുക, അവന്റെ ആട് പറമ്പിൽ കയറിയാൽ പിടിച്ചു കെട്ടുക, വേലി കെട്ടുമ്പോൾ രണ്ടടി കേറ്റി കുത്തുക, അയൽക്കാരനെ കാണുമ്പോൾ മുഖം തിരിക്കുക, ചുമ്മാ കാർക്കിച്ചു തുപ്പുക, ആകാശത്തേക്ക് നോക്കി രണ്ട് തെറി പറയുക തുടങ്ങി ചില വിനോദങ്ങൾ നാട്ടുമ്പുറത്തൊക്കെ പതിവാണല്ലോ. അതുപോലെയാണ് ചങ്ങനാശ്ശേരി, പാല, കാഞ്ഞിരപ്പള്ളി എന്നീ പേരുകൾ കേട്ടാൽ ചില എറണാകുളം നസ്രാണികളുടെ പ്രകൃതം. മേലാകെ തരിച്ചു കയറും, മുഖമാകെ കലി പടരും. പറ്റിയ അവസരമാണെങ്കിൽ രണ്ട് തെറി പറഞ്ഞ് ആശ്വസിക്കും. എന്തെങ്കിലും പിടിച്ചു പറിച്ചിട്ടോ ദ്രോഹിച്ചിട്ടോ ഒന്നുമല്ല ഈ വിഷമങ്ങൾ, ചുമ്മാ ഒരു പക. ടീമിൽ സെലക്ഷൻ കിട്ടാത്തവൻ അത് കിട്ടിയവനെ കുറിച്ച് ഏഷണി പറയും. പരീക്ഷയിൽ തോറ്റവൻ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയവനെ കുറിച്ച് അവൻ കോപ്പി അടിച്ചതാണ് എന്ന് പറയും. അതുപോലത്തെ ഒരു രോഗമാണിത്. സഭ, സിനഡ്, കുർബാന തുടങ്ങിയ വിഷയങ്ങളിൽ എൻ്റെ വീഡിയോകൾക്ക് കുറച്ചധികം പേർ സ്ഥിരമായി കുറിക്കുന്ന കമന്റുകളിൽ അത് തെളിഞ്ഞു കാണാം. നിനക്ക് ഏകീകൃത കുർബാന കാണുന്നതിൽ പാലായ്ക്ക് പോടാ പുല്ലേ, ചങ്ങനാശ്ശേരിക്കാർ എറണാകുളത്ത് കയറി കളിക്കാൻ വരണ്ട, കുർബാന എങ്ങനെ വേണമെന്ന് എറണാകുളംകാർക്ക് അറിയാം, അവരെ പഠിപ്പിക്കാൻ വരണ്ട, ഞങ്ങൾ തീരുമാനിക്കും, ഇയാൾക്ക് വേറെ പണിയില്ലേ എന്നൊക്കെയാണ് അവരുടെ ആകാശ വെടികൾ. എൻ്റെ ഒരു വീഡിയോയ്ക്ക് എറണാകുളത്തെ ഒരു മുതിർന്ന വൈദികൻ, വിമത തീവ്രവാദികളുടെ തലവൻ സെബാസ്റ്റ്യൻ തളിയൻ കുറിച്ചൊരു കമന്റ് എറണാകുളത്തെ കണ്ടു പഠിക്കില്ലാട എന്നായിരുന്നു. സഭ, കുർബാന എന്നീ കാര്യങ്ങൾ എപ്പോഴെങ്കിലും ചർച്ചയിൽ വരുമ്പോൾ എന്തിനാണ് ഈ അതിർത്തി പ്രശ്നം എന്ന് എനിക്കൊട്ടും മനസ്സിലാവുന്നില്ല. ആഗോള കത്തോലിക്ക സഭ, ഒരേ ഒരു സഭ എന്നൊക്കെയല്ലേ നമ്മൾ പറയുന്നത്. 10-20 വർഷം ഇന്ത്യയിലൊട്ടാകെ സഞ്ചരിച്ച് ജീവിച്ചപ്പോൾ, പള്ളികളിൽ പോയപ്പോൾ ഒരിടത്തും ആരും എന്നെ പാലാക്കാരൻ നസ്രാണി എന്ന് കണ്ടിട്ടില്ല. എവിടത്തുകാരനാണ് എന്ന് പോലും ചോദിക്കാറില്ല. നമ്മുടെ പള്ളി എന്നല്ലാതെ എനിക്കും തോന്നിയിട്ടില്ല. ഏതായാലും ഈ ആക്ഷേപങ്ങൾ തുടരെ കണ്ടപ്പോഴാണ് എറണാകുളത്തിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ എന്ന് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത്. ഈ അസഹിഷ്ണുത അവരുടെ സംസ്കാരത്തെയും സങ്കുചിതത്വത്തെയും അറിവില്ലായ്മയെ കാട്ടുന്ന ഭൂത കണ്ണാടികളാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റി. ഏതായാലും ഇന്നിച്ചിരി ചങ്ങനാശ്ശേരി പാല വിശേഷം തന്നെ ഇരിക്കട്ടെ. ചൊറിച്ചിലിന് മരുന്ന് ചൊറിച്ചിൽ തന്നെയാണ് എന്ന് കേട്ടിട്ടുണ്ട്. പാറയിൽ പള്ളി, പാല ടൗൺ കപ്പേള, മാന്നാനം കുന്നിലെ ജൂബിലി കപ്പേള എന്നിവയാണ് വിഷയം. CMI സഭയിലെ എസ്തപ്പാനോസ് തയ്യലച്ചൻ ഒരു നൂറ്റാണ്ട് മുൻപ് പരിശുദ്ധ ദൈവമാതാവിന്റെ 3 തിരുസ്വരൂപങ്ങൾ ഫ്രാൻസിൽ നിന്ന് വരുത്തി. കലാസുഭകവും ചൈതന്യ സമ്പൂർണവുമായ ഒരാൾ വലിപ്പമുള്ള അമലോത്ഭവ മാതാവിന്റെ 3 തിരുസ്വരൂപങ്ങൾ. വലിപ്പത്തിലും കാഴ്ചയിലും ഇവ 3 സാമ്യമുള്ളവയായിരുന്നു. ഒന്ന് ചങ്ങനാശ്ശേരി പാറയിൽ പള്ളിയിലും, ഒന്ന് മാന്നാനം ആശ്രമ ദേവാലയത്തിന് മുമ്പിലുള്ള ജൂബിലി കപ്പേളയിലും, മൂന്നാമത്തേത് പാലാപട്ടണത്തിന് നടുവിലുള്ള കപ്പേളയിലും സ്ഥാപിച്ചു. ചങ്ങനാശ്ശേരിയിലെ ഒരു പാറക്കെട്ട് ദേശത്തായതിനാലാണ് പാറയിൽ പള്ളി എന്ന് പേര് വന്നത്. ചങ്ങനാശ്ശേരിയിൽ ലഭിച്ച തിരുസ്വരൂപത്തിന്റെ ചൈതന്യ സമ്പൂർണമായ കലാസുഭകത കണ്ടവർക്കെല്ലാം അമലോത്ഭവ ജൂബിലി സ്മാരകമായി ഒരു മരിയൻ ദേവാലയം തന്നെ നിർമ്മിച്ച് അവിടെ ഈ തിരുസ്വരൂപം സ്ഥാപിക്കണമെന്ന് താല്പര്യമുണ്ടായി. ചെത്തിപ്പുഴ ആശ്രമ പ്രിയോർ കൂടിയായിരുന്ന എസ്തപ്പാനോസ് അച്ഛന്റെയും ചങ്ങനാശ്ശേരി രൂപതയുടെ വികാരി ജനറൽ മോൺസിഞ്ഞോർ സിറിയ കണ്ടങ്കരിയുടെയും ആഗ്രഹമനുസരിച്ച് അമലോത്ഭവ ജൂബിലി സ്മാരകമായി പാറയിൽ ഒരു മരിയൻ ദേവാലയം നിർമ്മിക്കുവാൻ അഭിവന്യ മാക്കിയിൽ മെത്രാൻ തീരുമാനിച്ചു, അനുമതി നൽകി. പള്ളിപ്പണിക്ക് വേണ്ടി വടക്ക്, തൃശ്ശൂർ തുടങ്ങി പല കേന്ദ്രങ്ങളിലുമുള്ള ഭക്ത ക്രിസ്ത്യാനികളിൽ നിന്ന് ഉദാരമായ സംഭാവനകൾ ലഭിച്ചു. 1904 മാക്കിയിൽ മെത്രാൻ തന്നെ പാറയിൽ പള്ളിക്ക് കല്ലിട്ടു. എസ്തപ്പാനോസ് അച്ഛന്റെയും മോൺസിഞ്ഞോർ അച്ഛന്റെയും പരിശ്രമ ഫലമായി പിരിഞ്ഞു കിട്ടിയ പണം കൊണ്ട് പണികൾ വേഗം നടന്നു. 1907 അത് പൂർത്തിയാക്കി. തുടർന്ന് തിരുസ്വരൂപം ആഘോഷത്തോടെ പാറയിൽ പള്ളിയിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചു. ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ ആശ്രമത്തിലെ നാളാഗമത്തിൽ അതിനെപ്പറ്റി വിവരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. അന്നത്തെ ഭാഷയാണ്. ഇന്ന് മീനമാസം 25-ന് പാറയ്ക്കൽ എന്ന് സമീപയുള്ള ഒരു സ്ഥലത്ത് അമലോത്ഭവത്തിന്റെ 50-ാം വർഷ സ്മാരകത്തിനായി ഒരു പള്ളിക്ക് വളരെ സന്തോഷത്തോടെ ചങ്ങനാശ്ശേരി പള്ളി വികാരി അപ്പസ്തോലിക്ക മാക്കിൽ മെത്രാൻ കല്ലിട്ടു. ആശ്രമശ്രേഷ്ഠൻ എസ്തപ്പാനോസ് അച്ഛൻ കുർബാന കഴിഞ്ഞ് കാലത്തെ ചങ്ങനാശ്ശേരിക്ക് പോയി. ഇങ്ങനെ ഒരു പള്ളി ഇവിടെ ഉണ്ടാകേണ്ടതിന് ചിലർ ഒഴികെ ആർക്കും താല്പര്യവുമില്ല, എന്നാൽ വിരോധവുമാണ്. ഇവിടെ വികാരി എസ്തപ്പാനോസ് അച്ഛൻ തന്റെ തലയിൽ നിന്ന് വിചാരിച്ചുണ്ടാക്കി മെത്രാനച്ചനെയും ചങ്ങനാശ്ശേരി പള്ളി വികാരി കണ്ടങ്കേരി കത്തനാരച്ചനെയും മനസ്സാക്കി എരിവ് പിടിപ്പിച്ചും മറ്റുമാണ് ഇതുണ്ടാക്കിയത്. ഇതിനായി പണം സമ്പാദിച്ചു കൊടുത്തും ഒരു അമലോത്ഭവ മാതാ സ്വരൂപം വരുത്തി കൊടുത്തും എല്ലാവരെയും ശുഷ്കാന്തിപ്പെടുത്തി തനത് കാര്യം പോലെ അത് നടത്തിക്കൊടുത്തു. പരിശുദ്ധ ദൈവജനനിയുടെ അമലോത്ഭവം 1854 വിശ്വാസ സത്യമായി 9-ാം പീയൂസ് മാർപ്പാപ്പ സ്ഥിരപ്പെടുത്തി. 50 വർഷം തികഞ്ഞ 1904 സുവർണ ജൂബിലി ലോകമൊക്കെയിലും ആഘോഷമായി കൊണ്ടാടുന്നതിനും സ്മാരകമായി വലിയ പള്ളികളും സ്ഥാപനങ്ങളും ഉണ്ടാക്കുന്നതിനും പരദേശങ്ങളിൽ ഒരുക്കമോ നടന്നു വരുന്ന വിവരമറിഞ്ഞ ചെത്തിപ്പുഴ കോയന്തയുടെ ശ്രേഷ്ഠൻ
ചങ്ങനാശ്ശേരിയിലും ലോകമൊക്കെയിലും ആഘോഷമായി കൊണ്ടാടുന്നതിനും സ്മാരകമായി വലിയ പള്ളികളും സ്ഥാപനങ്ങളും ഉണ്ടാക്കുന്നതിനും കൂടുതലായി കത്തോലിക്കർ വസിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചന്തയുമായ ചങ്ങനാശ്ശേരിയിൽ മേൽപ്പറഞ്ഞ ജൂബിലി ആഘോഷം നടത്തി ഒരു സ്മാരകം സ്ഥാപിക്കണമെന്ന് കരുതി കൊറോണ വികാരിയെ കണ്ട് പറഞ്ഞ് ഉത്സാഹിപ്പിച്ചു. ഈ സംഗതിക്ക് എഴുത്തുകുത്ത് നടത്തി എത്രയും വിശേഷമായ അമലോത്ഭവ കന്യകയുടെ ഒരു വലിയ രൂപം വരുത്തി. ബഹുമാനപ്പെട്ട ചങ്ങനാശ്ശേരി വികാരിയും അദ്ദേഹത്തോടൊപ്പം പള്ളിക്കാര്യങ്ങളുടെ പ്രധാന നടത്തുകാരനും ഒരു നല്ല എഞ്ചിനീയറുമായ മാളികൽ മാത്തു അവர்களுം ചെത്തിപ്പുഴ കൊവേന്തയിൽ വന്ന് രൂപം കണ്ട് സന്തോഷപൂരിതരായി. രൂപം കൊണ്ടുപോയി ചങ്ങനാശ്ശേരി മെത്രാസന പള്ളിയിൽ വെച്ചു. ജൂബിലി ആഘോഷം വളരെ ക്രമമായി നടത്തി. അങ്ങാടി, കപ്പേള, ചന്ത തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും ആഘോഷ പ്രദക്ഷിണത്തിൽ എഴുന്നള്ളിച്ച് മാക്കിൽ മെത്രാന്റെ സാന്നിധ്യത്തിൽ ഘോഷയാത്ര കഴിച്ചു. ഏറെ ജനവും വളരെ പട്ടക്കാരും കൂടി ചന്തക്കടവിൽ ഉണ്ടാക്കിയിരുന്ന വിശേഷ പന്തലിൽ ബഹുമാനപ്പെട്ട കുര്യാളശ്ശേരിയിൽ തോമാച്ചൻ വലിയ തീക്ഷ്ണതയോടെ പരിശുദ്ധ ദൈവജനനിയുടെ നേരെ തനിക്കുള്ള ഭക്തിക്ക് തക്കവണ്ണം ദീർഘമായ ഒരു പ്രസംഗം ചെയ്തു. രൂപത്തിന്റെ കാഴ്ചയാൽ സകല ജനങ്ങളും ജാതിക്കാരും അന്യമതക്കാരും ഇളകി. 1905 മാർച്ച് 25 മംഗളവാർത്ത തിരുനാൾ ആഘോഷമായി കൊണ്ടാടി. ഭദ്രാസന ദേവാലയത്തിൽ നിന്ന് ചന്തക്കടവ് ചുറ്റി വലിയൊരു ജൈത്രയാത്രയായി ദിവ്യാംബികയുടെ തിരുസ്വരൂപം പാറയിലേക്ക് സംവഹിച്ച സമയത്ത് ഒരു ഘോരമാരി ചൊരിഞ്ഞിട്ടും സഹസ്രക്കണക്കിന് സംബന്ധിച്ചിരുന്ന ആളുകൾ പ്രകടിപ്പിച്ച അച്ചടക്കവും ഭക്തിതീക്ഷ്ണതയും കണ്ടു നിന്ന ഹൈന്ദവ ജനതയെ പോലും പുളകം കൊള്ളിച്ചു. ദിവ്യാംബികയുടെ അത്ഭുത അനുഗ്രഹ പ്രവർത്തനങ്ങൾ അവിടെ ആരംഭിച്ചു. അനുഗ്രഹ സിദ്ധികളുടെ നീണ്ട പട്ടികകൾ നാനാ പ്രദേശങ്ങളിലും പരന്ന് പാറയിൽ പള്ളി ഒരു സുപ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായി തീരുകയും ചെയ്തു. പ്രതിഷ്ഠാപന ദിനത്തിന്റെ പിറ്റേ ദിവസം അവിടെ നടന്ന ഒരു മഹാ അത്ഭുതം ജനങ്ങൾക്ക് ദിവ്യജനനിയുടെ പേരിൽ ഉണ്ടായിരുന്ന ഭക്തിവിശ്വാസങ്ങളെ ശതഗുണീഭവിപ്പിച്ചു. ആ സംഭവം ചുരുക്കത്തിൽ ഇവിടെ പ്രസ്താവിക്കാം. ചങ്ങനാശ്ശേരിക്ക് സമീപം കുറുമ്പനാടൻ സ്വദേശിയായ ഒരു പുതുക്രിസ്ത്യാനിയുടെ തൊണ്ടയിൽ ആയിടെ ഒരു വലിയ മീൻമുള്ളു വിലങ്ങി കഴുത്തിനുള്ളിലും പുറമേയും നീര് പെരുകി ഭയങ്കരമായ വീക്കമുണ്ടായി. തന്മൂലം രോഗി ഭക്ഷണപാനീയങ്ങളൊന്നല്ല ശ്വാസം പോലും നേരെ കഴിക്കുവാൻ വഹിയാത്ത അത്യാസന്ന അവസ്ഥയിലായി. മരണാസന്നനായ രോഗിയെ ബന്ധുജനങ്ങൾ ആശുപത്രിയിലേക്ക് സംവഹിച്ചു കൊണ്ടുപോവുകയായിരുന്നു. പാറയിലെ പുതിയ പള്ളിയുടെ മുൻവശം എത്തിയപ്പോൾ രോഗികൾക്ക് അഭയവും ആശ്വാസദായികയും ആയ ദിവ്യാംബികയുടെ തിരുസന്നിധിയിൽ രോഗിയെ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുവാൻ ആരോ നിർദ്ദേശിക്കുകയും അവരപ്രകാരം ചെയ്യുകയും ചെയ്തു. അവർ ഭക്തിപൂർവം പ്രാർത്ഥിക്കുകയും ലൂർദിലെ തീർത്ഥജലം പോലെ പാറയിൽ പള്ളിയുടെ പിൻവശമുള്ള കിണറ്റിലെ വെള്ളം വ്യഞ്ചരിച്ച് രോഗിയുടെ മേൽ തളിക്കുകയും അല്പം ജലം രോഗിയുടെ വായിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്തു. കണ്ണുമടച്ച് ശ്വാസം വിടാൻ പോലും കഴിവില്ലാതെ മരണാസന്നനായി കിടന്നിരുന്ന രോഗി പെട്ടെന്ന് കണ്ണു തുറന്ന് ദിവ്യജനനിയുടെ മുഖത്തേക്ക് നോക്കി ജലം നിഷ്പ്രയാസം ഉള്ളിലേക്ക് ഇറക്കി. രോഗിയുടെ വായിൽ ഒഴിച്ചു കൊടുത്ത തീർത്ഥജലം താഴോട്ടിറങ്ങിയതോടെ തൊണ്ടയിൽ വിലങ്ങി വിഷമസ്ഥിതിയിലായിരുന്ന സാധനം തീർത്ഥജലത്തോടുകൂടി അലിഞ്ഞ് ഉള്ളിലേക്ക് ഇറങ്ങി. അയാൾ വാതുറന്ന് വീണ്ടും വെള്ളത്തിന് ആവശ്യപ്പെടുകയും പാറയിൽ അമ്മയുടെ തീർത്ഥജലം മതി വരുവോളം പാനം ചെയ്യുകയും ചെയ്തു. എന്തിനു പറയുന്നു, മരണാസന്നനായി ചുമന്നുകൊണ്ട് വരപ്പെട്ട രോഗി അല്പനേരം എണീറ്റിരുന്ന് ക്ഷീണം തീർത്ത് കരുണാസാഗരമായ ദിവ്യജനനിയുടെ പാദാന്തികത്തിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് വേറൊരാളിന്റെ ശരീരത്തിൽ പിടിച്ച് പതുക്കെ നടന്ന് പുറത്തേക്ക് ഇറങ്ങുകയും മറ്റാരുടെയും സഹായം കൂടാതെ സസുഖം വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയും വലിയൊരു മരിയ ഭക്തനായി പിന്നീട് ദീർഘകാലം ജീവിക്കുകയും ചെയ്തു. ഈ അത്ഭുത സംഭവം നാടാകെ പ്രസിദ്ധമായതോടുകൂടി ദിവ്യജനനിയുടെ പേരിലുള്ള അനേക ശതം ആളുകൾ വിശ്വാസപൂർവ്വം അവിടെ വന്നു തുടങ്ങുകയും അങ്ങനെ ആ മരിയ തീർത്ഥ സ്ഥലത്തിന്റെ കീർത്തി എങ്ങും പരക്കുകയും ചെയ്തു. ഒത്ത ഒരാൾ വലിപ്പമുള്ള അമലോത്ഭവ ജനനിയുടെ തിരുസ്വരൂപമാണ് പാറയിലെ അത്ഭുത പ്രതിമ. ദിവ്യാംബികയുടെ തിരുനാൾ ആഘോഷപൂർവ്വം അവിടെ കൊണ്ടാടാറുള്ള ഡിസംബർ 8 അവിടെ ഒരു മനുഷ്യ മഹാസമുദ്രമായി രൂപാന്തരപ്പെടുന്നുണ്ട്. ഹിന്ദുക്കൾ തന്നെയും ഓടിക്കൂടാറുണ്ട്. സ്വന്തം ചെലവിൽ തിരുനാൾ ഏറ്റുകഴിക്കുന്നതിനും അക്രൈസ്തവർ മുന്നോട്ട് വരാറുണ്ട്. ചെത്തിപ്പുഴ കൊവേന്തയുടെ ശ്രേഷ്ഠനായ എസ്തപ്പാനോസ് അച്ഛൻ കപ്പേള സ്ഥാപനത്തിനും മേൽ നടപ്പിനും വേണ്ടി ചില നിയമങ്ങൾ എഴുതിയുണ്ടാക്കി. എന്നിട്ട് കണ്ടങ്കേരിയിൽ അച്ഛനും കൂടി അത് മെത്രാനച്ഛന് സമർപ്പിച്ചു. അദ്ദേഹം അത് അംഗീകരിച്ചുറപ്പിച്ചു. അതിന്റെ സാരം ഇങ്ങനെയാണ്: ചങ്ങനാശ്ശേരി ജൂബിലി ചങ്ങനാശ്ശേരി രൂപതയിൽപ്പെട്ട ജനങ്ങളുടെ പൊതു സ്വത്തായിരിക്കും. മാത്രമല്ല, ഈ പള്ളി ഒരു ഇടവകയാക്കുന്നതിനും മറ്റൊരു പള്ളിയോട് ചേർക്കുന്നതിനും പാടുള്ളതല്ല. ഇതിലെ മുതലെടുപ്പ്, അതായത് വരുമാനം, കപ്പേളയുടെ അഭിവൃദ്ധിക്കും ഇവിടെ പൊതുഗണത്തിന് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്കും മാത്രം ഉപയോഗിക്കണം.
കാര്യനടത്തിപ്പ് ചങ്ങനാശ്ശേരി ബിഷപ്പിന്റെ മെത്രാനച്ചൻ രക്ഷാധികാരിയും ചങ്ങനാശ്ശേരി ഫൊറോന വികാരി പ്രസിഡന്റും ചെത്തിപ്പുഴ കൊവേന്തയുടെ ശ്രേഷ്ഠൻ വൈസ് പ്രസിഡന്റും ചങ്ങനാശ്ശേരി കന്യകാമഠങ്ങളുടെ കപ്ലോൻ ഖജാൻജിയായും രൂപത തെരഞ്ഞെടുക്കുന്ന 2 ആലോചനക്കാരും ഒരു സെക്രട്ടറിയും ഉണ്ടാകുകയും ആണ്ടുതോറും പെരുന്നാൾ ഡിസംബർ 8 കഴിഞ്ഞ് കണക്ക് തീർന്ന് പുത്തനായി 2 ആലോചനക്കാരെയും സെക്രട്ടറിയെയും തിരഞ്ഞെടുത്ത തിരട്ടോടുകൂടി മെത്രാസന കച്ചേരിയിൽ അയക്കുകയും വേണം. കൂടാതെയും ദിനം പ്രതി ധർമ്മസഹായം ചെയ്തിട്ടുള്ളവർക്ക് വേണ്ടി കൊന്ത നമസ്കാരവും ആണ്ടുതോറും ചില കുർബാനകളും ഓരോരുത്തരും ചെയ്തിരിക്കുന്ന ധർമ്മസഹായത്തിന്റെ തുക അനുസരിച്ച് അവരുടെ മരണശേഷം ആത്മാവിന് അനുകൂലാർത്ഥം പ്രത്യേക കുർബാനകളും നടത്തപ്പെടും. ഇപ്രകാരം 30 വർഷമായി നടന്നു വരുന്നു. കപ്പേളവക സ്കൂൾ വലിയ കെട്ടിടങ്ങൾ സമീപ സ്ഥലങ്ങളിൽ സമ്പാദിച്ചിട്ടുണ്ട്. ആദ്യ പെരുന്നാളിൽ 500, രണ്ടാമത്തെ പെരുന്നാളിൽ 1000 രൂപ. ആഴ്ചതോറും 20-ൽ കുറയാതെയും നേർച്ച വരവുണ്ട്. 20 എന്നത് 20,000 ആയിരിക്കാം. ഇനി പാലായിലെ കാര്യം. 1904 നവംബർ 7 ലാലത്ത് പള്ളിയുടെ വികാരി പുത്തമ്പള്ളി ഇടവകക്കാരൻ കുരിശുമൂട്ടിൽ ചാണ്ടിയച്ചൻ ആയിരിക്കെ പാലാ അങ്ങാടിക്കാരനും തയ്യൽ കുടുംബക്കാരനുമായിരുന്ന കനിമൂസ എസ്തപ്പാനോസ് തോമാച്ചൻ ലാലത്തിൽ വന്ന് നമ്മുടെ അമ്മ പരിശുദ്ധ ദൈവജനനിയുടെ അമലോത്ഭവ സ്വർണ്ണ ജൂബിലി ആഘോഷത്തിനു വേണ്ടി പല സ്ഥലങ്ങളിലും നടക്കുന്ന ഒരുക്കങ്ങളെ പറ്റിയും പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരിയിൽ നടത്തുവാൻ കരുതിയിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയും ചാണ്ടിയച്ചനോടും മറ്റും പറയുകയും ഈ സന്ദർഭത്തിൽ ഒരു കത്തോലിക്ക കമ്പോളമായിരിക്കുന്ന പാലാ അങ്ങാടിയിൽ പാല, ലാലം, പുത്തമ്പള്ളി എന്നീ 3 ഇടവകക്കാരും യോജിച്ച് ജൂബിലി ആഘോഷം നടത്തുന്നത് നന്നായിരിക്കും എന്ന് അഭിപ്രായപ്പെട്ടു. അങ്ങനെ നടക്കുന്നതായാൽ അതെവിടെ നടത്തണം? നമ്മുടെ അമ്മ അമലോത്ഭവ പരിശുദ്ധ ദൈവജനീനയുടെ വിശുദ്ധമായ ഒരു രൂപം ഞാൻ തന്നെ അയച്ചു തരാം എന്നും മറ്റും പറഞ്ഞു. ദൈവജനനിയുടെ കൃപയാൽ ചാണ്ടിയച്ചൻ നന്നായി ശ്രമിച്ചു. മുൻ പറഞ്ഞിരുന്ന ആളുകൾ സഹകരിച്ചും പാലാ അങ്ങാടിക്കാരെ എല്ലാവരെയും ഒരുമിപ്പിച്ച് വേണ്ട ഒരുക്കങ്ങൾ ചെയ്തു. പാലാക്കപ്പേള പണിയിക്കുന്നതിന് തീർച്ചപ്പെടുത്തിയപ്പോൾ അതിന്റെ സ്ഥാനം ഇപ്പോൾ ഇരിക്കുന്നിടത്ത് കിഴക്കോട്ട് ദർശനമായി പണിയണമെന്ന് എസ്തപ്പാനോസ് അച്ചൻ അഭിപ്രായപ്പെട്ടു. എന്നാൽ കിഴക്കോട്ടുള്ള നിരകളിൽ പാർക്കുന്നവരിൽ ചിലർക്ക് മാതാവിന്റെ ദൃഷ്ടി കിഴക്കോട്ടാകുന്ന പക്ഷം അവിടെ നടക്കാറുള്ള തിന്മകളാൽ ദൈവ പരീക്ഷയ്ക്കിടയായേക്കുമെന്ന് ചഞ്ചലപ്പെട്ടിരുന്നു. ഈ സംഗതിയാലും എസ്തപ്പാനോസ് അച്ചൻ തന്നെ ചില വീടുകളിൽ കയറി പരിശുദ്ധ അമ്മയുടെ ദൃഷ്ടിയിൽ കമ്പോളം നന്നായി വരും, ദൈവനിരോധങ്ങൾ നീങ്ങിപ്പോകും എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തുകയുണ്ടായി. മാന്നാനം 1831 മാന്നാനം കുന്നിൽ CMI സഭയുടെ സ്ഥാപനത്തിന്റെ 75 വർഷത്തിന്റെ ഓർമ്മയ്ക്കായും ചാവറയച്ചൻ ഉൾപ്പെടെ CMI സഭയിലെ ആദ്യ 11 വൈദികർ വ്രതങ്ങൾ ചെയ്തതിന്റെ 50 വർഷത്തിന്റെ ഓർമ്മയ്ക്കായും മാതാവിന്റെ അമലോത്ഭവത്തിന്റെ വിശ്വാസ സത്യം പ്രഖ്യാപിച്ചതിന്റെ 50-ാം വർഷത്തിന്റെ സുവർണ ജൂബിലി സ്മാരകമായും ഇപ്പോൾ കാണുന്ന ജൂബിലി കപ്പേളയുടെ പണികൾ നടത്തപ്പെട്ടു. 1905 ഡിസംബർ 7 ബെർണാഡ് മെത്രാപ്പോലിത്താച്ചൻ വരാപ്പുഴ നിന്നും മാക്കിൽ മത്തായി മെത്രാനച്ചൻ ചങ്ങനാശ്ശേരിയിൽ നിന്നും വന്നു ചേർന്നു. മെത്രാപ്പോലിത്താച്ചൻ ജൂബിലി കപ്പേള വെഞ്ചരിച്ചു. അതിൽ ബഹുമാനപ്പെട്ട എസ്തപ്പാനോസ് അച്ചൻ അമലോത്ഭവ മാതാവിന്റെ സ്വരൂപം ആശീർവദിച്ച് സ്ഥാപിച്ചു. വലിയൊരു കാരമരം നിന്നിരുന്ന സ്ഥലത്താണ് കപ്പേള സ്ഥിതി ചെയ്തിരുന്നത് എന്നതിനാൽ കാരക്കാ മാതാവിന്റെ കപ്പേള എന്ന് നാട്ടുകാർ ഈ കപ്പേളയെ പേര് വിളിച്ചു. ജൂബിലി കപ്പേള എന്ന പേരിൽ ഈ കപ്പേള ഇന്നറിയപ്പെടുന്നു. ഇത്രയും കേട്ടിട്ട് എറണാകുളത്ത് ആർക്കെങ്കിലും ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ പോയി ഇതൊക്കെ ഒന്ന് കാണണമെന്ന് തോന്നിയാൽ നല്ല കാര്യം, സ്വാഗതം ഉറപ്പാണ്.